ഇന്ന് ഞാൻ ഇവിടെ പഴം വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം കൊണ്ട് ചെയ്യാം, രണ്ട് പഴം കൊണ്ട് ചെയ്യാം. ഞാനിപ്പം ഇവിടെ അരക്കിലോൻ്റെ മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ പഴം. അപ്പോൾ ഞാൻ ഇത് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് നമ്മളെ ലൈക്ക് ബട്ടണില്ലേ അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കാണണേ. വീഡിയോ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ അതൊന്ന് വേഗം പോയി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അതാ നമ്മൾ പഴം ഇതൊന്ന് തൊലിയൊന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന വീഡിയോക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതി അറിയിക്കട്ടോ. അപ്പോൾ എഴുതാൻ മടിയുള്ളതെന്ന് വെച്ചാൽ ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ ഇതാ നമ്മളെ പഴം ഇതേപോലെ ഞാൻ മൂക്ക് ഭാഗവും അതിൻ്റെ ബേക്ക് ഭാഗമൊക്കെ ഒന്ന് ചെത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കിത് വന്നിട്ട് ആവിച്ചെമ്പിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ആവിച്ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇത് ഏകദേശം നമ്മൾ ഇപ്പോൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ വേറൊരു ഐറ്റമാണ് കേട്ടോ, വേറൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ട് നോക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പഴുത്ത പഴമല്ല കേട്ടോ, ഒരു കരിമ്പൊക്കെ പഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല പഴുത്ത പഴം നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്യുക. ഇതേപോലെ പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് ലേശം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ പഴം അവിടുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ 3, 4, 5 ഒക്കെ എടുക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, കൂടുതലായിട്ട് വേണമെന്നില്ല കേട്ടോ, കുറച്ചൊരു ഇളം മധുരം നിന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏലക്കായി ഒരു ഏലക്കായി ചേർത്ത് കൊടുക്കുക, അധികം വേണ്ട കേട്ടോ. ഇതിൻ്റെ കുരു മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഇതിൻ്റെ തൊലി ഭാഗം കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുക്കണം നമുക്ക്. ഇനി ഇതേപോലത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലാണ് നമ്മളെ ഈ ഒരു റെസിപ്പി കറക്റ്റ് അടിപൊളി ടേസ്റ്റ് വരിക കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറേ. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ അടിച്ച് വെച്ച മുട്ടയില്ലേ അത് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മളിപ്പോൾ ദോശ ആക്കുന്നില്ലേ അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അധികം ഷേപ്പും കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല, ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഈ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് അടിഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ രണ്ടാമതും ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഷേപ്പും കാര്യങ്ങളൊന്നും വരണമെന്നില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ആംപ്ലേറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കുറച്ച് മധുരമുള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റാക്കി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാത്രം ഞാൻ കഴുകിയിട്ടില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഒരു ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നമ്മളെ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. പഞ്ചസാരയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഒലത്തിയെടുക്കുക കേട്ടോ. നമ്മളിവിടെ ഒലത്തിയെടുക്കുക എന്നാണ് പറയുക തേങ്ങ. അപ്പോൾ പഞ്ചസാര ഒന്ന് ചോന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടുതലായിട്ടുള്ള മധുരം വേണമെന്നില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും മധുരം. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഒരു ടേബിൾ സ്പൂണിൻ്റെ മേലെ മാത്രമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു ഏലക്കായി നമ്മൾ ആദ്യം ഇട്ടതാണല്ലോ, പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ നല്ല നെയ്യില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒലത്തിയെടുക്കണേ. അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന നേരം പഞ്ചസാര നല്ലോണം മെൽട്ടായിട്ട് നന്ന് ചോന്ന് വരും കേട്ടോ. നമ്മളിപ്പോൾ പഴം നിറച്ചതിലേക്കൊക്കെ നമ്മളിങ്ങനെ ഉലത്തുന്നില്ലേ അതുപോലെ ഒന്ന് ഉലത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ തേങ്ങ ഇവിടെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത്രയും മതിയാവും.
പഴം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ഉന്നക്കായ്ക്കൊക്കെ ഉടയ്ക്കുന്നില്ല, അതുപോലെ തന്നെ ഉടച്ചാൽ മതിയേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഉടയ്ക്കുന്നേരം പെട്ടെന്ന് തന്നെ കൈയിട്ടോ. ഞാൻ ഇതേപോലെയാണ് അധികവും ഉന്നക്കായ്ക്കൊക്കെ ഉടച്ചെടുക്കൽ. അപ്പോൾ ഇതേപോലെ ഒരു തരിയും എന്താ തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ നല്ല പഴുത്ത പഴം ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളെന്താക്കണോ, കുറച്ച് അരിപ്പൊടി ഇതേപോലെ നമ്മൾ ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ അത് വെള്ളം പോലെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വേണ്ട. വെള്ളം പോലാകുന്ന സമയത്ത് നമുക്കിത് കുഴച്ച് പരത്താനുള്ള ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് അരിപ്പൊടി, ഏത് തരം അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ മാവില്ലേ അതുപോലെ ആക്കിയെടുത്താൽ മതിയേ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്ത് തന്നെ ഒന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട്, ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് കറക്റ്റ് നമ്മളെ ചപ്പാത്തിൻ്റെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ കുഴക്കുന്നത്. കൈവച്ച് നല്ലോണം കുഴക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു മാവ്. അതുവരെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോഴാണ് നമുക്കിത് പരത്തിയിട്ട് ഉരുട്ടാനുള്ള ഒരു പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കവറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ പറയുക പേരോർമ്മയില്ലേ. അപ്പോൾ ഈ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ സാധാരണ വെളിച്ചെണ്ണൻ്റെ കവറാണെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇല ആയാലും മതി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് അതിൽ തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ, എന്നാലാണ് നല്ല അടിപൊളി ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ വലിയ ഉരുളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു പിടി എടുത്തിട്ട് ഇതേപോലെ വലിയ ഉരുളാക്കിയിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതുപോലെ അധികം കട്ടിയില്ല, അതുപോലെ തന്നെ കട്ടി കുറഞ്ഞിട്ടുമല്ല കേട്ടോ ഞാൻ പരത്തിയതൊന്ന്. കുറച്ചൊരു കട്ടിപ്പ് നിന്നോട്ടെ. വല്ലാണ്ട് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഓരോ മുട്ടയും ചുട്ടെടുത്തിനല്ലോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക തേങ്ങ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക, എന്നിട്ടൊന്ന് റോൾ ചെയ്യുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. അടിഭാഗത്ത് നമ്മൾ നെയ്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ട് ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒട്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടാത്ത ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതും കൂടി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പഴം ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പിന്നെ മുട്ടൻ്റെ ഇതിൻ്റെ നടുക്കായി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. മുഴുവനായിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ 2 ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തും കൂടി ഇതേപോലെ തന്നെ നമ്മൾ ലേശം നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മുട്ട വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടോ. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉന്നക്കായി ഉണ്ടാക്കാൻ മടിയുള്ള കൂട്ടരൊക്കെ വെച്ചാൽ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതറിയാത്തവർക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട്. കാരണം ഇടയിൽ മുട്ടയൊക്കെ കടിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ.
മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. ഓരോന്നും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കുക. ചെറുങ്ങനെ ഒന്ന് മുരിച്ച് തന്നാൽ മതി കേട്ടോ. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ഭാഗത്തും നമുക്കിതുപോലെ മുരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ആകുന്ന ഭാഗത്തൊക്കെ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെറുമാതിരി ഒന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മളിത് മുക്കി പൊരിക്കാൻ പാടില്ല. കാരണം രണ്ട് ഭാഗത്തും നമ്മൾ ഫില്ലിങ് പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വാട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ പഴം വാട്ടുന്നില്ല, അതേപോലെ വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് ചോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചരിച്ച് വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൈ കിട്ടും ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും അതുപോലെ തന്നെ നോമ്പിനൊക്കെ ആയാലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത്. ഞാനിവിടെ കട്ടൊന്നും ചെയ്തിട്ടില്ല, ഇതേപോലെ തന്നെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയും കൂടി ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ റെസിപ്പി? അടിപൊളിയല്ലേ? അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.